ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനല്. പുറത്ത് പോവാണ് ഞങ്ങള്. റൗണ്ടിങ് അല്ല, ഷോപ്പിങ്ങിന് പോവാണ്. ചേച്ചിന്റെ പാട്ടക്കുട ചേച്ചിന്റെ പാട്ടക്കുട ഉണ്ടായിരുന്നല്ലോ, അത് മാറ്റിയിട്ട് പുതിയത് വാങ്ങാൻ പോവാണ്. ഞാനൊരു ബാഗ് വാങ്ങാൻ പോവാണ് ആക്ച്വലി. പിന്നെ ചേച്ചിന്റെ അടുത്ത് കുറെ മാറ്റങ്ങളൊക്കെ കണ്ടില്ല, അതൊക്കെ ഞാൻ വന്നതിന്റെ മാറ്റങ്ങളാണ്. അത് നടന്നോളൂ. ആൾക്കാർ പെട്ടെന്നൊക്കെ ഉണ്ടാവുന്നത് ആക്ച്വലി അൺസൈക്കബിൾ മാറ്റർ ഓഫ് ഇന്ത്യ. എന്ത് അൺസൈക്കബിൾ മാറ്റർ ഓഫ് ഇന്ത്യ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഭാരതികമായി നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഗൈസ്, നമ്മള് ട്രിപ്പിൾ അടിക്കാം. ട്രിപ്പിൾ അല്ല, 4 പേര്. ഇതാണ് ആള്. അപ്പൊ നിന്നൊന്ന് പേടിച്ചിട്ടോ കള്ളത്തിക്ക്. എന്നാ ശരി ചേച്ചേ, അച്ഛനോടെ അച്ഛ പോയോ? തക്കുടുവാനെ കൂട്ടാതെ പോയി. തക്കുടുവാനെ കൂട്ടാതെ പോയതാ അച്ഛനോ? അയ്യോ, പിഞ്ച് എന്നറി പിഞ്ച്. ഒരുമ്പരോ? ഒരുമ്പതാ ഒരുമ്പണ്ടോ? ഇവിടെ കുട വാങ്ങാൻ വന്നതാണ്. യെസ്, ഇവിടെ ഈ ഷോപ്പിൽ കിറ്റ് അവൈലബിൾ ആണ്, അപ്പോൾ അത് വാങ്ങാൻ വന്നതാണ്. അംബ്രല്ല മേക്കർ ഞാനാണ്. യെസ്, അപ്പം കുട എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. യെസ്, പിന്നെ നമ്മളെ കൂടെ നടന്നാല് തെണ്ടി തിരിയാന്നല്ലാതെ ഓഫ് കോഴ്സ്. അതെ, പിന്നെ നിങ്ങൾ നാളെ വർക്കിന് പോലെ നീ ഇന്നെ കെട്ടി. അതാണ് ഇപ്പൊ നിന്നോട്ടെ, നമ്മളെ കുഴപ്പമില്ല, നടന്നോ. ഈ ഷോപ്പിൽ എനിക്കും അങ്ങനെ. ഈ ഷോപ്പിൽ ഒരു സാധനം കണ്ടുവച്ചിട്ട് അത് ഞാൻ വാങ്ങുന്നതേ. നമ്മൾ ബാഗ് വാങ്ങാൻ പോവാണ്. ബാഗ് വാങ്ങിച്ചു. ഡയറ്റ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ബാക്കി ഞാൻ വീട്ടിൽ പോയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ പീടികയിൽ പോയി പാലൊക്കെ വാങ്ങിട്ട് വന്ന്, പാല്, ബൂസ്റ്റ്. ഇപ്പൊ ഞാൻ ബൂസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. വേറെ ഞാൻ 2 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ബൺ, ഇതിലൊന്ന് ഞാനിപ്പോ കഴിക്കും. പിന്നെ മൈ ഫേവറേറ്റ് ബിങ്കോ, ഇത് 2 ഞാനിപ്പോൾ കഴിക്കും. ശരിക്കും നോക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ഡയറ്റ് വർക്കൗട്ടൊക്കെ തുടങ്ങാമെന്ന് വിചാരിക്കുമ്പം എന്തെങ്കിലും മേടാകൂടം വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഇപ്പം ഞാൻ ആക്ച്വലി നാട്ടിലുള്ള സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും പെർഫെക്റ്റായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു ഓരോ ദിവസങ്ങളും. പക്ഷെ ഇപ്പോൾ എന്താ ഇവിടെ വന്നിട്ടൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓരോ കാര്യങ്ങളും. വായ തിളയ്ക്കുന്നു. സോ ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഗൈസ്, എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ഞാൻ ബന്ന് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ചില ഫുഡ് ചാലഞ്ച് വീഡിയോസിലൊക്കെ നമ്മൾ കാണലില്ലേ, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞേ. എന്താണെന്ന് വെച്ചാൽ ചില കവറിങ്ങനെ പൊട്ടിക്കും, അത് കഴിക്കുന്ന സൗണ്ടൊക്കെ ആ മൈക്കിനോട് ചേർന്ന് വെച്ചിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് അറിയില്ലേ. ആക്ച്വലി ആ വീഡിയോസൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സൗണ്ടൊക്കെ. അതെങ്ങനെയാ നമുക്ക് നോക്കാം. അവർ ഈ മൈക്കിൻ്റെ അടുത്ത് വെച്ചിട്ടായിരിക്കുമല്ലോ അവരങ്ങനെ കഴിക്കുക. അപ്പോൾ ആ സൗണ്ടിൻ്റെ എഫക്റ്റ് നന്നായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. നോക്കാം. എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല പരിപാടി. ഗായ്സ്, ഇപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ കട്ടിലൊക്കെ വലിച്ചു വാരിയിട്ടൊരു അവസ്ഥയിലാണ്. ഞാൻ കഴിച്ചിട്ട് ഒരു ഉറപ്പും കൂടി ഒന്ന് ഉറങ്ങി എണീറ്റിട്ടുള്ളൂ. യെസ്, അപ്പം ഈ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഈ സ്റ്റാൻഡിൻ്റെ ഇവിടെ പൊട്ടിയിട്ടുണ്ട്, ഈ ഫോൺ വെക്കുന്ന ഈ ഭാഗം.
ഇങ്ങനെ ഇത് ഒട്ടിക്കണം. ഗ്ലൂ ഉണ്ട്. ആക്ച്വലി ഇത് പോസിയാണ്. ആക്ച്വലി ഇത് കുറേ ഗ്ലൂ ഉണ്ടായിരുന്നു. ഓക്കെ, എൻ്റെ ബ്രദറിൻ്റെ അടുത്തുനിന്ന് കോച്ചിയ ഒരു ഗ്ലൂ ആണ്. മറ്റേക്കത് മറന്നു തോന്നുന്നുണ്ട്. ഇത് നല്ല ഒട്ടു, സൂപ്പർ ഗ്ലൂവിനെ കാട്ടി. അപ്പോൾ ഇത് ആക്ച്വലി ഇത് ഫസ്റ്റ് കൊണ്ടുവന്നപ്പോൾ ഇതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കി. തുറന്നതും അങ്ങോട്ട് തെറിച്ച് എൻ്റെ കൈൻ്റെ ഭാഗത്ത് ഈ സ്കിന്നിലാണ്ട് ഒട്ടിപ്പോയി. പിന്നെ പറയണ്ടല്ലോ, അയ്യോ അപ്പച്ചേ എങ്ങനെയൊക്കെ എടുത്തു. ഇതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പേഴ്സ്, മാങ്ക്, പിന്നെ ഈ പേഴ്സ്, ഇതിൽ കുറച്ച് അല്ലറ ചില്ലറ പൈസയുണ്ട്. ഗൈസ്, ആക്ച്വലി ഈ ബാഗിൻ്റെ കീച്ചൻ ആണല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സെറ്റാക്കിയതാ കേട്ടോ. ഇത് എവിടെ പോയപ്പോൾ വാങ്ങിയതാണ്. യെസ്, ഇത്. പിന്നുള്ളത് ഇത് ഞാൻ പഴനി പോയപ്പം പണ്ട് വാങ്ങിച്ചു. ഞാൻ ആക്ച്വലി +2 പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ചതാണ് ഈ കീച്ചേന്. ഇത് എൻ്റെ ബ്രദറിൻ്റെ അടുത്തുനിന്ന് കോച്ചിയതാണ്. സോ ഇത് 3 ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കീച്ചെയിൻ. ഇത് ശരിക്കും ഞാൻ പെൻസിലിൻ്റെ പൗച്ച് ഉണ്ടാവും അല്ലേ, ആ പൗച്ച് സിബ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇത് നേരെയല്ല ഉണ്ടാവുക, അതിങ്ങനെ മടക്കും. നേരെ മടക്കിയിട്ടുണ്ടാക്കിയ ഒരു പൗച്ചാണ്. ഇതിൽ എങ്ങനെ ഉണ്ടായിട്ടെന്ന് വെച്ചാൽ മൈക്ക് അത് ഇതിനുള്ളിൽ സേഫാണ്. ഇതിന്ന് പുറത്തെടുക്കുകയല്ല, ചാർജ് ഇടാൻ മാത്രമേ എടുക്കുള്ളൂ. അപ്പം ഇതെപ്പോഴും ഉണ്ടാവും കൂടെ. ഇതിൻ്റെ കീച്ചനുണ്ട്, അത് സദാജി വാങ്ങി തന്നതാണ്. ചിമ്മി എന്താന്ന് വെച്ചാൽ വി ഡിസൈൻ. വി ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഷോപ്പിൻ്റെ പേരാണ് വി ഡിസൈൻ എന്നുള്ളത്. ആക്ച്വലി ഇത് ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തെടുത്തത്. ഈ ഒരു കളറ്, ഈ പിക്ചറ്, ഇവിടെ കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കസ്റ്റം ടൈലറിങ്, ലേഡീസ് ക്ലോത്തിങ്, ഹാൻഡ് എംബ്രോയിഡറി, ആൾട്രേഷൻസ് ആൻഡ് റീസ്റ്റൈലിംഗ്, ഇതൊക്കെ ഞാൻ തന്നെയാണ് ആഡ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തത്. ഇത് ലാമിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ എന്താ സംഭവം, ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനൊരു വേറൊരു വീഡിയോയിൽ, അതിൻ്റെ സമയമാകുമ്പോൾ വേറൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പേരിടണം എന്നുള്ളതൊക്കെ. മൈൻഡിൽ വന്ന ഒരു പേരാണ് വി എന്നുള്ളത്. പേരെപ്പോഴും യുണീക്കായിരിക്കണം എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ BTS ആർമിയാണ്. BTSൻ്റെ വിൻ്റെ പേരാണ് ഞാൻ ഇതിന് ഇട്ടത്. ബിക്കോസ് BTS വി ഈസ് യുണീക്ക്. സോ ആ പേര് തന്നെയാണ് ഞാൻ ഇതിൽ കൊടുത്തത്. പിന്നെ അത് മാത്രമല്ല, ഞാനപ്പം ഈ പേരിട്ട സമയത്ത് ഞാൻ ഫസ്റ്റ് സദാജിനോടാണ് ഞാൻ പറഞ്ഞത് വി എന്നുള്ള പേര്. അപ്പം അവർക്ക് ആ പേര് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവർ പറഞ്ഞ ആയിക്കോട്ടെ സെറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പേര് വീൻ്റെ കൂടെ ആ ഡിസൈൻ എന്ന് പറഞ്ഞ പേരും കൂടെ ആഡ് ചെയ്ത് കളറും കാര്യമൊക്കെ കൊടുത്ത്. അതെ, ഇതെന്ന് വെച്ചാൽ എനിക്ക് ലോകത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്ന ഒരു എന്താ പറയുക സംഭവം, എന്താ പറയുക, ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്നതാണ് എനിക്ക് BTSലെ വി. BTSലെ വീനെക്കാട്ടിയും അപ്പുറം എനിക്ക് ഭംഗിയായിട്ട് ഒന്നും ഈ ഭൂമിയിൽ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പരമസത്യം. BTS വിയുടെ കണ്ണാണ് മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മുന്നോട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും, എൻ്റെ വർക്കാണെങ്കിലും എന്തും ആയിക്കോട്ടെ, അത് അത്രയും ഭംഗിയായിട്ട് തന്നെ എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റണം എന്ന് തന്നെയാണ് എനിക്കുള്ളത്. സോ അതൊരു റിലേറ്റഡായിട്ട് ഇട്ടുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. ഞാനിപ്പം സിറ്റ് ഔട്ടിലിരിക്കുകയാണ്. പണിയും കാര്യങ്ങളൊന്നും തീർന്നിട്ടില്ല, ഇനിയും അവിടെ കിടക്കുന്നുണ്ട്, അതിന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം കുറച്ച് നേരം ഞാൻ സിറ്റ് ഔട്ടിലിരിക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാനിവിടെ അധികം ഇരിക്കാറില്ല, ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമേ അവിടെ വന്നിരിക്കുകയുള്ളൂ. ഞാൻ കൂടുതൽ ഇരിക്കുക എന്ന് പറയുന്നത് അവിടെ മിഷീൻ്റെ ചോട്ടിലാണ് ഇരിക്കുക. അതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അവിടെയാണ് ഉറങ്ങുക, അവിടെയാണ് കഴിക്കുക, അവിടെ തന്നെയാണ് ശരിക്കും. വീട്ടിൽ
ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. സദാജി നാട്ടിലാണ്, അവരവിടെ വർക്ക് കഴിഞ്ഞ് ഫ്രീ കിട്ടുമ്പോൾ അവർ ഇങ്ങോട്ട് വരും. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ഞാൻ മാത്രമല്ല, കാസ്ലിയുണ്ട്. കാസ്ലിക്ക് ഞാനും, എനിക്ക് കാസ്ലിയുമാണ് ഈ വീട്ടിലുള്ളത്. പിന്നെന്ന് പറയുന്നത് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അലോൺ മീൻസ് പീസ് എന്ന് കേട്ടിട്ടില്ലേ? ശരിക്കും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഭയങ്കര സമാധാനം ഫീൽ ചെയ്യും. മഴയാണെങ്കിൽ ചാറുന്നുണ്ട്, മേ ബി എൻ്റെ കത്തി കേട്ടിട്ടായിരിക്കാം. സോ ഇനിയും ഇവിടെ ഇരുന്നിട്ട് അധികം സംസാരിക്കുന്നില്ല. ഞാൻ എൻ്റെ ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാണ്. അപ്പോഴത്തേക്ക് വിശപ്പും എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. അപ്പം ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒന്നല്ല, എന്നാലും ജസ്റ്റ് ഒരു വീഡിയോ ആണ്. പിന്നെ ഇനിയും അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ആയി വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. നമ്മളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും, എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.